ഇന്നത്തെ തലമുറ കമ്പ്യൂട്ടർ ഗെയിമിനും മൊബൈൽ ഗെയിമിനും ഒക്കെ പിറകെ പായുന്നവരാണ്. എന്നാൽ അവർ ചിലരെങ്കിലും പഴയ തലമുറയുടെ ഉല്ലാസവേളകൾ ആനന്ദകരമാക്കിയ പട്ടം പറത്തലും ഗോലികളിയും ഒക്കെ ഇന്നും ആസ്വദിക്കുന്നവരാണ്. നമ്മുടെ വിരൽത്തുമ്പിന്റെ കരുത്തിൽ വിസ്മയലോകം സൃഷ്ടിക്കുന്ന പട്ടങ്ങളും ഗോലികളൊക്കെ ഫാക്ടറിയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഇന്ന് ഫാക്ടറി ടി വി നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് പട്ടത്തിന്റെയും ഗോലിയുടെ ഒക്കെ ഫാക്ടറി മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ സമയം കളയാൻ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫ്രണ്ട്സ്? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യം ഫാക്ടറികളിൽ പട്ടം നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പട്ടം പറത്തുവാൻ കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും വളരെ ആവേശമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആവേശം ഒട്ടും കെടുത്താതെ ഉയരങ്ങളിൽ പാറിക്കളിക്കുന്ന ഒരു പട്ടം നിർമ്മിക്കുന്നതിന് വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പട്ടം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ കനം കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായിരിക്കും. അത്തരത്തിലുള്ള പേപ്പർ ഓട്ടോമാറ്റിക് കട്ടിംഗ് മെഷീന്റെ സഹായത്തോടെയാണ് ഫാക്ടറികളിൽ ഒരേ ആകൃതിയിൽ മുറിച്ചെടുക്കുന്നത്. എന്നാൽ ആധുനിക യന്ത്ര സൗകര്യങ്ങളില്ലാത്ത പട്ട നിർമ്മാണശാലകളിൽ ഈ പേപ്പർ കട്ടിംഗ് പൂർത്തിയാക്കുന്നത് അവിടെയുള്ള വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾ തന്നെയാണ്. കത്രിക ഉപയോഗിച്ചാണ് അവർ പേപ്പറുകൾ മുറിച്ചെടുക്കുന്നത്. ഈ പ്രക്രിയ വളരെ ശ്രദ്ധയോടെ ചെയ്തില്ല എങ്കിൽ പട്ടം നിർമ്മിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കാതെ പേപ്പറുകൾ ഉപയോഗശൂന്യമാകും. മുറിച്ചെടുത്തതിന് ശേഷം ഈ പേപ്പറുകൾ കെട്ടുകളാക്കി ഫാക്ടറിയിലെ അടുത്ത പ്രോസസ്സിംഗ് സ്റ്റേഷനിലേക്ക് അയക്കുന്നു. ഒരേ അളവിൽ മുറിച്ചെടുത്ത പേപ്പറുകൾ അടുത്തതായിട്ട് എത്തപ്പെടുന്നത് ഒരു പ്രിന്റിംഗ് സ്റ്റേഷനിലായിട്ടാണ്. ആകർഷകമായിട്ടുള്ള ഡിസൈനിലുള്ള പട്ടങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഈ പ്രിന്റിംഗ് പ്രോസസ്സിംഗ് സ്റ്റേഷനിൽ പട്ടം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി മുറിച്ചെടുത്ത പേപ്പറുകളിൽ ഒരു പ്രിന്ററിന്റെ സഹായത്തോടെ ഡിസൈനുകൾ പ്രിന്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ പട്ടം നിർമ്മിക്കുന്ന കമ്പനിയുടെ ബ്രാൻഡിങ്ങും പ്രിന്റ് ചെയ്യും കേട്ടോ. പട്ടം നിർമ്മിക്കുന്നതിന് വേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മുളയുടെ കമ്പുകളാണ്. വളരെ ചെറുതായിട്ട് കനം കുറഞ്ഞ രീതിയിൽ മുറിച്ചെടുക്കുന്ന ഈ കമ്പുകൾ പട്ടം നിർമ്മിക്കുന്നതിന് മുമ്പ് തീ ഉപയോഗിച്ച് ചൂടാക്കും. കമ്പുകൾക്ക് ബലവും സ്ഥിരതയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീ ഉപയോഗിച്ച് ഇത്തരത്തിൽ മുളയുടെ കമ്പുകൾ ചൂടാക്കുന്നത്. അടുത്തതായിട്ട് ഈ മുളയുടെ കമ്പുകൾ പട്ടം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറിൽ ഒട്ടിക്കുന്ന പ്രക്രിയയാണ്. പട്ടത്തിന് കൃത്യമായ ആകൃതിയും ബലവും നൽകുന്നതിന്റെ പ്രധാന ഘടകമാണ് ഈ മുളയുടെ കമ്പുകൾ. തൊഴിലാളികൾ ഈ കമ്പുകൾ ഒട്ടിക്കുന്നത് കൈകൾ ഉപയോഗിച്ച് തന്നെയാണ്. സാധാരണ മൈദ മാവ് കൊണ്ടുള്ള പശയാണ് പട്ടത്തിന്റെ മുളയുടെ കമ്പുകളെ ഒട്ടിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് പേപ്പറുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പട്ടങ്ങളിൽ മുളയുടെ കമ്പ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് PVC ഗ്ലൂ ആണ്. പട്ടത്തിന് ആവശ്യമായിട്ടുള്ള മുളയുടെ കമ്പുകൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പട്ടത്തിന്റെ പിന്നിലായിട്ട് നീളമുള്ള വാലുകൾ ഒട്ടിക്കുന്നു. പട്ടം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അതേ പേപ്പർ നീളത്തിൽ വെട്ടിയെടുത്താണ് പട്ടത്തിന്റെ വാലുണ്ടാക്കുന്നത്. പട്ടത്തിന്റെ വാൽ കൂടി ഒട്ടിക്കുന്നതോടെ പട്ടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പട്ടം പറത്താൻ നൂലില്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ പട്ടത്തിന് ഉയരങ്ങളിലേക്ക് പറക്കാൻ കരുത്ത് നൽകുന്ന നൂൽ റോളുകളുടെ നിർമ്മാണത്തെക്കുറിച്ച് ഇനി പറയാം. ആദ്യം റോളറുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് തടി കൊണ്ട് നിർമ്മിച്ചതും പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള റോളറുകൾ വിപണിയിൽ ലഭ്യമാണ്. ഈ റോളറുകളുടെ പ്രധാന ഭാഗം സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു കാർബോർഡാണ്. ഈ കാർബോർഡ് സിലിണ്ടറിന്റെ വശങ്ങളിൽ ഉറപ്പിക്കുന്ന റൗണ്ട് വീലുകളാണ് പ്ലാസ്റ്റിക്കിലും തടിയിലും നിർമ്മിക്കുന്നത്. പ്ലാസ്റ്റിക് വീലുകൾ പ്രത്യേകതരം മോൾഡിംഗ് മെഷീനുകളുടെ സഹായത്തോടെയാണ് നിർമ്മിക്കുന്നത്. എന്നാൽ തടി വീലുകൾ നിർമ്മിക്കുന്നത് അത്ര എളുപ്പമാണ്. തടി കഷ്ണങ്ങളെ ഒരു റൗണ്ടിൽ മെഷീൻ ഉപയോഗിച്ച് ആദ്യം വീലിന്റെ ആകൃതിയിലാക്കിയെടുക്കുന്നു. അതിനുശേഷം ഒരു റോളിംഗ് മെഷീനിൽ ഘടിപ്പിച്ച് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് പോളിഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ തടി വീലുകളെയെല്ലാം ഒരു റൊട്ടേറ്റിംഗ് മെഷീനിൽ നിക്ഷേപിച്ച് അവയിൽ അടിഞ്ഞുകൂടിയ പൊടികൾ നീക്കം ചെയ്യുന്നു. അതിനുശേഷം ഈ വീലുകളിൽ ഡിസൈനും കമ്പനിയുടെ ബ്രാൻഡിങ്ങും പ്രത്യേകതരം അച്ചുപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം തടി കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വീലുകൾ പശ ഉപയോഗിച്ച് കാർബോർഡ് സിലിണ്ടറിന്റെ ഇരുവശത്ത് ഉറപ്പിക്കുന്നു. ആഫ്റ്റർ ഇരുവശത്തെയും വീലുകൾക്ക് നടുവിലുള്ള ഹോളിലൂടെ റോളർ പിടിക്കുവാനുള്ള ഹാൻഡിൽ റോളറിലാണ് ഉപയോഗിച്ച് ഉറപ്പിക്കുന്നതോടെ റോളർ നിർമ്മാണവും പൂർത്തിയാകുന്നു. സാധാരണ രീതിയിൽ തടി കൊണ്ടോ അലുമിനിയം പൈപ്പ് കൊണ്ടോ ആയിരിക്കും റോളറുകളുടെ ഹാൻഡിൽ നിർമ്മിക്കാറുള്ളത്. അടുത്തതായിട്ട് പട്ടം പറത്തുവാനുള്ള നൂൽ തയ്യാറാക്കുന്ന രീതിയാണ്. പട്ടം പറത്തുന്നതിന് സാധാരണ രീതിയിലുള്ള നൂൽ ഉപയോഗിക്കാൻ കഴിയില്ല. വളരെ ഉയരത്തിൽ പറക്കുമ്പോൾ കാറ്റിന്റെ വേഗത മൂലം ബലമില്ലാത്ത നൂല് പൊട്ടിപ്പോകാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ടാണ് സാധാരണ നൂല് പട്ടം പറത്താനായിട്ട് ഉപയോഗിക്കാത്തതിന് പിന്നിലുള്ള കാരണം. പട്ടം പറത്താൻ ഉപയോഗിക്കുന്ന നൂല് പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന നൂലാണ്. ഒരു പ്രത്യേകതരം മിശ്രിതം തയ്യാറാക്കി നൂലിൽ പൂശി ഉണക്കിയെടുത്തിട്ടാണ് പട്ടം പറത്തുന്നതിനുള്ള നൂല് നിർമ്മിക്കുന്നത്. ആട്ടമാവ്, പശ, കളർ ഗ്ലാസ് പൗഡർ എന്നിവ ചേർത്ത് കുഴച്ചാണ് ഈ മിശ്രിതം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത മിശ്രിതം രണ്ട് തൂണുകൾക്കിടയിൽ നീളത്തിൽ കെട്ടിയിരിക്കുന്ന നൂലുകളിൽ കൈകൾ ഉപയോഗിച്ചിട്ടാണ് പൂശുന്നത്. ഇങ്ങനെ നൂലിൽ ഈ മിശ്രിതം പൂശുമ്പോൾ കൈക്ക് മുറിവേൽക്കാൻ സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ഈ മിശ്രിതം പൂശുന്നവർ കൈവിരൽ തുണി കൊണ്ട് കവർ ചെയ്ത് സുരക്ഷിതമാക്കിയ ശേഷമാണ് ഈ പ്രോസസ്സ് പൂർത്തിയാക്കുന്നത്.
മിശ്രിതം പൂശിക്കഴിഞ്ഞ നൂല് ഉണങ്ങിയ ശേഷം ചെറിയ വൈൻഡിങ് മെഷീന്റെ സഹായത്തോടെ മുന്നേ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന റോളറുകളിൽ ചുറ്റിയെടുക്കുന്നതോടെ പട്ടം പറത്താനുള്ള നൂലും റെഡിയാകുന്നു. അപ്പോൾ ഒരു പട്ടമൊന്ന് പറത്തി നോക്കിയാലോ ഇനി ഫാക്ടറിയിൽ ഗോലി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ പ്രധാനപ്പെട്ട കളിക്കോപ്പുകളിലൊന്നായിരുന്നു ഗോലി. ഒരുപാട് ആളുകൾ ഗോലി ഉപയോഗിച്ച് കളിച്ചിട്ടുണ്ടാകുമെങ്കിലും അവരിൽ ആർക്കും ഈ ചില്ല് ഗോലികൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന ചോദ്യം നേരിടേണ്ടി വന്നാൽ കൈക്ക് മരത്തിൽ കാണിക്കാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അടുത്തായിട്ട് ചില്ല് ഗോലികൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം. ചില്ല് ഗോലികൾ ഇന്നത്തെ കാലത്ത് നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഗോലികൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നത് ഗുണമേന്മയുള്ള ഗ്ലാസ് അല്ല കേട്ടോ. ഗോലികൾ നിർമ്മിക്കാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് റീസൈക്കിൾഡ് ഗ്ലാസ് ആണ്. അത്തരത്തിൽ റീസൈക്കിൾഡ് ഗ്ലാസ് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രധാനമായിട്ട് 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന് പരിസ്ഥിതി സംരക്ഷണവും, രണ്ടാമത്തത് ധനലാഭവും. റീസൈക്കിൾ ചെയ്യുന്നതിനായിട്ട് ശേഖരിക്കപ്പെടുന്ന ഗ്ലാസ് ഫാക്ടറിയിൽ എത്തിച്ച ശേഷം അവയിൽ നിന്നും അനാവശ്യ പദാർത്ഥങ്ങൾ നീക്കം ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷം ഒരു വലിയ ഫർണസിൽ നിക്ഷേപിച്ച് ഉരുക്കിയെടുക്കുന്നു. 1400 മുതൽ 1600 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാകുമ്പോൾ മാത്രമേ ഗ്ലാസ് ഉരുകിയുള്ളൂ. ഇങ്ങനെ ഉരുകി പുറത്തേക്ക് ഒഴുകുന്ന ഗ്ലാസ് ദ്രാവകത്തെ ഒരു പ്രത്യേകതരം കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ഗോളാകൃതിയിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ കട്ട് ചെയ്യപ്പെടുന്ന ഗ്ലാസ് ഒരു കൺവെയർ ബെൽറ്റിലൂടെ മുന്നിലേക്ക് നീങ്ങി കളക്ഷൻ സെന്ററിലേക്ക് എത്തുന്നു. കൺവെയർ ബെൽറ്റിലൂടെ സഞ്ചരിച്ച് കളക്ഷൻ സെന്ററിൽ എത്തുമ്പോഴേക്കും ഗ്ലാസ് നന്നായിട്ട് തണുത്ത് ഗോലിയുടെ ആകൃതിയിൽ എത്തിയിട്ടുണ്ടാകും. അവസാനമായിട്ട് കളക്ഷൻ സെന്ററിലെ തൊഴിലാളികൾ ഗുണമേന്മയുള്ള ഗോലികൾ വേർതിരിച്ചെടുത്ത ശേഷം അവയെ ചാക്കുകളിലാക്കി പാക്ക് ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെയാണ് ഗോലി നിർമ്മിക്കുന്ന പ്രോസസ്സ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം കേട്ടോ കമന്റ്സിലൂടെ. ആദ്യമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.